ചെക്ക് ഇൻ ചെയ്തിട്ട് നമ്മൾ ഗേറ്റിൽ വെയിറ്റ് ചെയ്യുന്ന പോലത്തെ. ഹലോ, അപ്പം നമ്മൾ ഇന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് തിരിച്ച് പോവാണ്. അപ്പം നമ്മൾ തിരിച്ച് പോകുന്ന വഴി ജഡായു പാറയിലൊന്ന് കയറാമെന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ ജഡായു ഹെൽത്ത് സെൻ്ററിൽ അവിടെ പോകാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കുറേ നേരമായിട്ട് ഇങ്ങനെ ബോളി തേടി ബോളി തിരക്കി കുറേ കടകളിൽ കയറിയിട്ടാണ്. ഒരിടത്തുമില്ല. ഇപ്പം തന്നെ ഒരു 5 കടകളിൽ കൂടുതലായി. സാധാരണ ഏത് ബേക്കറി, നമ്മുടെ ഈ ആറ്റിങ്ങൽ ഭാഗത്തൊക്കെ ഇഷ്ടംമാരെ അടിപൊളി ബേക്കറികളുള്ള സ്ഥലമല്ലേ, ഒരിടത്തും ഇല്ല. ഇപ്പം ഹസ്ബൻഡ് വേറൊരു ബേക്കറിയിൽ 2-3 ബേക്കറികൾ ഈ ഒരു സൈഡിലായിട്ടുണ്ട് ഇവിടെ ആയിട്ട്. അപ്പോൾ ആളുടെ ഫ്രണ്ട്സിന് ബോളി വേണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ നമ്മുടെ ബോളി ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ തൃശ്ശൂർ അവിടെയൊന്നും കിട്ടില്ല, ബോളി കിട്ടില്ല. ഇപ്പോൾ ഇവിടെ തന്നെ കാണാൻ പോലും ഇല്ല. അപ്പോൾ അങ്ങനെ ബോളി തിരക്കി പോവാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി നമ്മൾ ജഡായു പാറയിലേക്ക് പോകാനായിട്ട്. അങ്ങനെ ബോളി കിട്ടിയെന്ന് തോന്നുന്നു. അതെ, കിട്ടി. മിഷൻ സക്സസ്ഫുൾ. ഞാൻ പോയിട്ടില്ല. പണ്ട് കോളേജിൽ നിന്ന് ഇങ്ങനെ വേറെ ഏതൊരു സ്ഥലത്ത് ഇങ്ങനെ പോയപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയുന്നത് അതാണ് ജഡായി സൈഡിലേക്ക് നമുക്ക് കാണാൻ പറ്റും. 3 മിനിറ്റിലെത്തും കുറച്ച്. അതന്നെ ഗൈസ്, നമ്മൾ കണ്ടു. അമ്മേ, ഇവിടെ നമുക്ക് 320 രൂപയാണല്ലേ ടിക്കറ്റ്. എൻ്റെ ടിക്കറ്റ് 320 രൂപയാണ് ഒരാൾക്ക്. 550 കേബിൾ കാറിനാണെന്നുണ്ടെങ്കിൽ 550 ഒരാൾക്ക് 550. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നടന്നു പോകണം. പ്ലസ് ഒരു 800 സംതിങ് സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ ആരും എന്തായാലും നടന്നു പോകാൻ ചെയ്യില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും നേർച്ചയോ കാഴ്ചയൊക്കെ ആയിട്ട് വന്നവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നടന്നു പോകുമായിരിക്കും. അല്ലാതെ നമുക്ക് ഒരു 100 സ്റ്റെപ്പാണെങ്കിലും നമുക്ക് നടക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും സ്റ്റെപ്പൊന്നും എന്തായാലും പറ്റില്ല. അപ്പം നമ്മൾ എന്തായാലും കേബിൾ കാർ തന്നെ ഓപ്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇറങ്ങിയാലോ. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ഹാഫ് പേയ്മെൻറ്റ് ഇവിടെയാണ് കേട്ടോ ചെയ്യാനുള്ളത്, ബൈ ക്യാഷ് ആയിട്ട്. അപ്പോൾ അത് ഇവിടെ കൂടുതലും പല സംസ്ഥാനത്തു നിന്നൊക്കെ ഉള്ളവരാണ് വരുന്നത്. മലയാളികൾ കുറവാണെന്ന് വേണം പറയാനായിട്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ മലയ്ക്ക് പോയിട്ട് വന്നവരും അതുപോലെ തന്നെ കർണാടക, തമിഴ്നാട് അങ്ങനെ പല സംസ്ഥാനത്തു നിന്നുള്ള ആൾക്കാരൊക്കെയാണ് കൂടുതലും ഇവിടെ എത്താറുള്ളത് കേട്ടോ. അയ്യോ, വല്ലാത്തൊരു ചടങ്ങാണ് ഗൈസ്. പകുതി പേയ്മെന്റ് ഫുൾ ഓൺലൈൻ പേയ്മെന്റ് ആണെങ്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു. പകുതി പേയ്മെന്റ് താഴെയും 550 രൂപ ഒരാൾക്ക്. അപ്പോൾ അതിന്റെ പകുതി പേയ്മെന്റ് താഴെയും പിന്നെ പകുതി പേയ്മെന്റ് ഓൺലൈനായിട്ട് നമ്മൾ മുകളിലും കൊടുക്കാൻ പറ്റും. പകുതി പേയ്മെന്റ് പക്ഷേ ക്യാഷ് ആയിട്ട് മാത്രമേ കൊടുക്കാൻ പറ്റൂ. ക്യാഷ് ഇല്ലാത്തവർ പെടും. അതുകൊണ്ട് വരുന്നവർ ATM നിന്ന് ക്യാഷൊക്കെ കയ്യിൽ വെച്ചിട്ട് വേണം വരാൻ. പിന്നെ ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ചു, അല്ലേ, തെണ്ടി നടന്നു. അപ്പോൾ ഹാഫ് പേയ്മെൻറ്റ് താഴെ കൊടുക്കുമ്പോൾ അത് ബൈ ക്യാഷ് ആയിട്ട് തന്നെ കൊടുക്കുക. അപ്പോൾ ആദ്യമായിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ക്യാഷ് കയ്യിൽ വെച്ചിരിക്കുക കേട്ടോ, ഓൺലൈനായിട്ട് എടുക്കില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങി പോയി എടുക്കേണ്ടി വരും. ഇതിൻ്റെ ഉള്ളിൽ ATM ഒന്നുമില്ല. പിന്നെ ചടയമംഗലത്ത് പോകണം. അപ്പോൾ അതിന് പകരം ക്യാഷൊക്കെ വെച്ചിരിക്കുക. ഇപ്പോൾ പലരും ഞങ്ങളെപ്പോലെ ഇങ്ങനെ പെട്ടിട്ട് അവസാനം ഉള്ളവരെന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിച്ചു മേടിച്ച് അങ്ങോട്ട് GPay ഒക്കെ ചെയ്ത് കൊടുത്തൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് വരുന്നവർക്ക് വേണ്ടി പറഞ്ഞു ചെക്ക് ഇൻ ചെയ്തിട്ട് നമ്മൾ ഗേറ്റിൽ വെയിറ്റ് ചെയ്യുന്ന പോലത്തെ ഫീലാണ്. ഇവിടെ ഒരു 10 മിനിറ്റിൻ്റെ വെയിറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ റോപ്പ് കേബിൾ കാറിലേക്ക് പോകുന്നത് അല്ലേ. കറക്റ്റ് എനിക്കൊരു എയർപോർട്ട് ഫീലാണ് തോന്നുന്നത്. ഇത് നമുക്കൊരു ഡ്യൂട്ടി ഫ്രീ ആയിട്ട് വേണമെങ്കിൽ സങ്കല്പിക്കാം. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ മുകളിൽ പോയിട്ട് വരുമ്പോൾ നമുക്ക് ഈ ഒരു ഫോട്ടോ വെച്ചിട്ട് ഈ ബാക്ക്ഗ്രൗണ്ട് ജഡായുവിൻ്റെ ഇത് വെച്ചിട്ട് ചെയ്തു തരും കേട്ടോ. അത് കണ്ടിട്ട് ഞങ്ങൾക്ക് അത്ര ഇഷ്ടമായില്ല. ഒരുമാതിരി ഒരു വെട്ടി ഒട്ടിച്ച മാതിരി ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങളത് മേടിച്ചില്ല കേട്ടോ. കയറാനായിട്ട് പോവാണ്. ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടിയുള്ള കാര്യം ഞാൻ ആദ്യമായിട്ട് ഇവിടെ കാണാം. അപ്പോൾ ഇതുപോലെ ഒരുപാട് കേബിൾ കാർസ് ഇങ്ങനെ വരും. അവിടെ വന്ന് നിൽക്കില്ല കേട്ടോ. നമ്മൾ പെട്ടെന്ന് ചാടി ഇങ്ങ് കയറണം. ഇറങ്ങാനും നേരത്തും അങ്ങനെയാണ്, നിൽക്കില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇറങ്ങുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതൊരു 1000 അടി ഉയരത്തിലാണ് കേട്ടോ ഈ ഒരു ജഡായു പാറ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു കേബിൾ കാർ വഴി പോകുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. നമുക്ക് ഇങ്ങനെ ഹൈറ്റ് കയറുന്തോറും താഴേക്ക് നോക്കുമ്പോൾ നല്ലൊരു സീനറിയാണ്. അങ്ങനെ ഫൈനലി ഇത്രയും പ്രോസസ്സിങ് കഴിഞ്ഞ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ അറൈവ് ആയിട്ടുണ്ട്.
അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാലോ, ഇത് കൊല്ലം ചടയമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ജഡായി പാറ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഫോട്ടോസിലും വീഡിയോസിലൊക്കെ കാണുന്നേക്കാളും കുറച്ചുകൂടി ഇഷ്ടമായത് നേരിട്ട് കാണാനായിരുന്നു. പിന്നെ നിങ്ങളിവിടെ വരുമ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ വെയിൽ കൊണ്ട് കരിഞ്ഞു പോകുമെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് കുറച്ചൊരു മഴക്കാറൊക്കെ ഉള്ള സമയമായതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഭയങ്കര രൂക്ഷമായ ഒരു വെയിലൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഫോട്ടോസ് എടുക്കാനായാലും പിന്നെ അതുപോലെ തന്നെ ഒന്ന് കംഫർട്ടബിളായിട്ട് നിൽക്കാൻ പറ്റുമായിരുന്നു. പിന്നെ നേരിൽ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് അറിയാമല്ലോ, നമ്മുടെ ഈ ഒരു രാവണൻ സീതയെ ഇങ്ങനെ തട്ടിക്കൊണ്ട് പോകുമ്പോൾ ഈ ജടായുവാണ് ആദ്യം കാണുന്നത്. അപ്പോൾ ജടായു ഇങ്ങനെ തടയാൻ ശ്രമിക്കുമ്പോഴേക്കും രാവണൻ വാളെടുത്ത് അതിൻ്റെ ഒരു ചിറകരിയുമ്പോൾ ഇതിങ്ങനെ ചേതനയായിട്ട് വീഴുന്നത് ഈ ഒരു പാറയിലാണെന്നാണ് വിശ്വസിക്കുന്നത്. അതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഈ പാറയിൽ ഈ ഒരു ജടായു ഇതിൻ്റെ ശില്പം പണിതേക്കുന്നത് കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ഐതിഹ്യം. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ് കണ്ടിരിക്കുക. ഒരു വൺ ടൈം വിസിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ കാണാൻ നല്ല ഭംഗിയാണ്, നല്ല ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റും. പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. സൂപ്പറായിരുന്നു. അടിപൊളിയാണ്. പക്ഷെ കുറച്ച് പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും സംഭവം അടിപൊളിയാണ്. കൂടുതലും പേര് ഫോട്ടോ എടുക്കാനൊക്കെ വരുന്നത്. ഒന്നും ചെയ്യാനായിട്ടല്ലേ. കാണാനും സൂപ്പറാണ്. നമ്മൾ ഈ ഫോട്ടോയിലും വീഡിയോയിലൊക്കെ കാണുന്ന മാതിരി തന്നെയാണ്, ഒരു മാറ്റമില്ല. അടിപൊളിയാണ് കാണാൻ. പിന്നെ കുറച്ച് വെയിലുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ പോട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇനി നമുക്ക് തൃശ്ശൂർ പോകണം. അപ്പോൾ ഒന്നുകൂടി പറയാം, നമ്മളിപ്പോൾ നടന്ന് പോകുകയാണെന്നുണ്ടെങ്കിൽ 325 ടിക്കറ്റ്, 320 രൂപ വേണ്ട ടിക്കറ്റ് വരുന്നത്. അതെന്ന് പറയുമ്പോൾ 1 കിലോമീറ്റർ നടക്കാനും 820 സ്റ്റെപ്പ് കയറാനും ഉണ്ട്. അല്ലാതെ നമ്മൾ കേബിൾ കാർ വഴി പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 555 രൂപയാണ്. അത് താഴെ പകുതി ക്യാഷ് ആയിട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് അടുത്ത പേയ്മെൻറ്റ്, അതിൻ്റെ അടുത്ത ഹാഫ് കൊടുക്കേണ്ടത്. അങ്ങനെ കുറച്ച് ചടങ്ങുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കേബിൾ കാർ വഴി പോകുന്നത്. കേബിൾ കാർ ആകുമ്പോൾ പെട്ടെന്ന് എത്തും. എത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ബൈ.